വൈകി എത്തുന്ന വിധികളിൽ രഹസ്യമായൊരു ഖൈറുണ്ടാകും. നമ്മുടെ ഹൃദയം ആഗ്രഹിച്ചതിനേക്കാൾ നല്ലത് റബ്ബ് നമുക്കായി തെരഞ്ഞെടുക്കുന്നുണ്ടാകാം. കഴിഞ്ഞ ദിവസം ഒരാളുടെ സ്റ്റാറ്റസ് കണ്ടതാണ് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ, നമുക്ക് വിധിച്ചതും നമ്മൾ ആഗ്രഹിച്ചതും ഒന്നായിരുന്നെങ്കിലെന്ന്. പലരുടെയും കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ എത്രയൊക്കെ നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചാലും അതിന് ഒരുപാട് എഫേർട്ട് ഇടാതെ ഒന്നും അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ ചുരുക്കമാണ് നമ്മൾ ഒത്തിരി ഒന്നും എഫേർട്ട് എടുക്കാതെ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈംസ് നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് എടുത്താൽ മാത്രമാണ് ആ ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. പലരും ഈ എഫേർട്ട് എടുത്ത് മടുക്കുമ്പോൾ പകുതിക്ക് വെച്ച് ആ ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ച് പോകും. പക്ഷെ മറ്റു പലരും ഇതൊരു പക്ഷേ പരീക്ഷണങ്ങളാകാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയൊക്കെ ആയാലും നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചവനത് നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും എന്നെങ്കിലും നമ്മുടെ അടുത്ത് അത് എത്തിച്ചേരുക തന്നെ ചെയ്യും അല്ലേ. സോ എല്ലാവരുടെയും കാര്യത്തിൽ ആഗ്രഹിച്ചതും വിധിച്ചതും എല്ലാം ഒന്ന് തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. കാരണം ഇന്നലത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം, പിന്നെ ചായയും കൂടി വെക്കണം, അത്രേ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 4 മണി ആവാനായപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റത്. പിന്നെ പത്തിരിയും അതുപോലെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നെ ചായയും വെച്ചു. പിന്നെ മറ്റു മിഷനെയൊക്കെ വിളിച്ച് എഴുന്നേപ്പിച്ച് ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. മാക്സിമം ഇടയത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ ഗോതമ്പിൻ്റെ ഐറ്റംസ് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. അത് ആദ്യം തന്നെ പാളി എന്ന് വേണമെങ്കിൽ പറയാം. നിധിക്കുട്ടി അഫിയൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ബാങ്ക് വിളിച്ചപ്പോൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തുകൊണ്ട് കിടന്നു. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും എഴുന്നേറ്റ് വന്നു. അഫിയുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇന്നലെ അയൺ ചെയ്ത് വെച്ചില്ല കേട്ടോ, എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ എഴുന്നേറ്റ് വന്നതേ ഉടനെ അതൊന്ന് അയൺ ചെയ്ത് വെക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നിധിക്കുട്ടി പുറകെ എഴുന്നേറ്റ് വരുന്നത്. ആൾ നേരെ അടുക്കളയിലേക്ക് പോയതാണ്. പക്ഷെ എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു. അടിപൊളിയായിട്ടൊരു മോർണിംഗ് കിസ്സൊക്കെ കിട്ടി. പിന്നെ ഉമ്മച്ചിത് അവളെ ഒന്ന് ബ്രഷ് ചെയ്യിച്ചെടുക്കുന്നതാണ് കേട്ടോ. ആദ്യമൊന്നും നിൽക്കുകയില്ലായിരുന്നു, ഇപ്പോൾ ബ്രഷ് ചെയ്യിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അഫിയുടെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തു. പിന്നെ അവനിപ്പം ഉച്ചയ്ക്ക് കഴിക്കാൻ കൊടുത്തു വരുന്നത് പത്തിരിയാണ് കേട്ടോ. പത്തിരി ഞാനൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ചിക്കൻ കറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പച്ചമുന്തിരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഞാനത് അവൻ്റെ ആ ഒരു പാത്രത്തിലേക്ക് ഇടുന്ന സമയം ഉണ്ടായിരുന്നുള്ളൂ, താമസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ആളത് എടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ കുറേ ചോദിച്ചതിന് ശേഷമാണ് ആ പാത്രം എനിക്കൊന്ന് തന്നത്. അവൾക്ക് വേറെ പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ തന്നത്. അങ്ങനെ അതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് നമ്മുടെ ബാഗിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് അഫിക്കുന്ന ഹോംവർക്ക് ഉണ്ടെന്നുള്ളത് അറിഞ്ഞത് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസത്തെ മെസ്സേജ് ഞാൻ കണ്ടില്ലായിരുന്നു. അങ്ങനെ അവനെ കൊണ്ട് അതൊന്ന് എഴുതിക്കാൻ കേട്ടോ. അറബിയുടെ ഹോംവർക്കാണ്. അപ്പോൾ അതൊന്ന് എഴുതിച്ചു. പിന്നെ ഷൂ ഒക്കെ ഇടിപ്പിച്ച് അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുമ്പോഴാണ് ഒരാളത് തലയിൽ തട്ടമൊക്കെ ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുന്നത്. അവളും ഞങ്ങളുടെ കൂടെ വരാനുള്ള തത്രപ്പാടിലാണെന്ന് തോന്നുന്നു. അഫി അത് ഇട്ട് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവളോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ബസ് വന്നു, അവനെ കയറ്റി വിട്ടിട്ട് ഞാൻ ദേ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.